ഇന്ന് രാവിലെ എഴുന്നേറ്റ് നത്തക്കളോടൊന്ന് പ്ലാൻ ചെയ്ത് കിടന്നതാണേ, പക്ഷെ പറ്റിയില്ല. മഴ ആയത് കാരണം ഇത്തിരി വൈകിയാണ് കേട്ടോ തക്കളോടാനായിട്ട് പറ്റിയത്. അപ്പോൾ അവരവരുടെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ എനിക്ക് പച്ചക്കറികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനടുത്ത് സാമ്പാർ ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് പരിപ്പ് പായസം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം നേരത്തെ ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇത്തിരി പണി കുറച്ചാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ ഇന്നലെ തന്നെ കുറച്ച് ഇഞ്ചിക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു, വടുകപ്പുളിയും അച്ചാറും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സാമ്പാറിനായിട്ട് കുക്കറിലേക്ക് പരിപ്പൊക്കെ വേവിച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിച്ച് താളിച്ചിടണം കേട്ടോ. ഞാൻ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ വഴറ്റിയാണ് ഇട്ടത്. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഒരിടപ്പത്തേക്ക് കുറച്ച് ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഉരുകി വന്നപ്പോഴത്തേന് ഞാൻ അരിച്ച് മാറ്റി വെക്കണേ. അപ്പോൾ ചീനിച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് ചെറുവയറ്റും പരിപ്പില്ല അത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് വെള്ളവും ഒഴിച്ച് വേവിച്ചെടുത്തിട്ട് ഈ ശർക്കര പാനിയിലേക്ക് നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് നല്ലപോലെ മിക്സായി പറ്റി വന്നപ്പോഴത്തേന് തേങ്ങയുടെ 3-ാം പാലും ഒഴിച്ചു കൊടുക്കണേ. അത് നല്ലപോലെ കുറുകി വന്നപ്പോഴത്തേനും തേങ്ങയുടെ 2-ാം പാലും ഒഴിച്ചു കൊടുത്ത് അത് നല്ലപോലെ കുറുകി വന്നപ്പോഴത്തേനും ചുക്ക്, ഏലക്ക, ജീരകം ഇത് 3ഉം കൂടി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. എന്നിട്ട് തേങ്ങയുടെ 1-ാം പാലില്ലേ അതും കൂടി ഒഴിച്ച് പായസം ഇറക്കി വെക്കണുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യിൽ കശുവണ്ടിയും കറുത്ത എള്ളില്ലേ അതും കൂടി മൂപ്പിച്ചിടാലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ ഞാൻ മുന്തിരി ചേർക്കാറില്ല കേട്ടോ. മുന്തിരി ചേർത്ത് കഴിയാൻ നേരത്തെ ചില നേരത്ത് ഒരു പുളിപ്പ് ടേസ്റ്റ് വന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അത് കാരണം ഞാൻ മുന്തിരി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം അതും കൂടി നല്ലപോലെ ഒഴിച്ചു കൊടുക്കണുണ്ട്. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഇത് രണ്ടും മാത്രമേ ചെയ്യണല്ലേ, ബാക്കി പണികളൊക്കെ നാളെയാണ് കേട്ടോ. അപ്പം എൻ്റെ സാമ്പാറും റെഡിയായി, പായസവും റെഡിയായി, ഇഞ്ചിക്കറി റെഡിയായി, അച്ചാർ റെഡിയായി. ബാക്കി പരിപാടികളൊക്കെ നാളെയാണേ. അപ്പം അത്രേ ഉള്ളൂ.